My name is Lija John. Welcome to another video of mine. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്ക് എത്ര പേരുണ്ടായിരിക്കും നമ്മുടെ ക്ലോസ് സർക്കിളിൽ ഉണ്ടാവുക? കുറച്ച് പേരെ കാണത്തുള്ളൂ അല്ലേ? ഒരുപാട് പേര് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ എല്ലാ സീക്രട്സും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരേ ഇല്ല. നമ്മൾക്ക് മാത്രമാണല്ലേ നമ്മുടെ എല്ലാ സീക്രട്സും അറിയാവുന്നത്. ഈവൻ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനോട് പോലും, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പോലും, നമ്മുടെ പാരൻസിനോട് പോലും, നമ്മുടെ ഏറ്റവും അടുത്ത ആൾ, സോൾമേറ്റ് എന്നൊക്കെ പറയുന്ന ആളിനോട് പോലും നമ്മൾ ഷെയർ ചെയ്യാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരാളാണ്. നല്ല അത്യാവശ്യം മധ്യവയസ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആണ്. അപ്പം അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നതും ഒരു വലിയ ബിസിനസ്സുകാരിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല തിരക്കുള്ള ആൾക്കാരാണ്, ബിസിനസ്സുകാരാണ്. അപ്പം രണ്ടുപേരും ബിസിനസ്സിൽ നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. അങ്ങനെ ഇവരുടെ വിവാഹ ജീവിതമൊക്കെ ഇങ്ങനെ നടന്നു. രണ്ടുപേരും നല്ല തിരക്കാണ്. ലൈഫിൽ എപ്പോഴും ഒരുപാട് പേരെ കാണാനും മീറ്റ് ചെയ്യാനും സംസാരിക്കാനും സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ അവസരങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ആൾക്കാരാണ് രണ്ടുപേരും. അങ്ങനെ ഇവരുടെ വിവാഹ ജീവിതമൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർ കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവർ തമ്മിൽ കാണുന്നത് വളരെ കുറവായി. അതായത് വൈഫ് എപ്പോഴും വൈഫിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തിരക്കിലാണ്. ഒരു ഫാഷൻ ഫീൽഡിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വനിതയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഒരുപാട് ആൾക്കാരുമായിട്ട് നല്ല മിംഗ്ലിംഗ് ഒക്കെ വരുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ കൊളീഗ്സായിട്ടും അതേപോലെ ബിസിനസ് ഫീൽഡിലൊക്കെ ഒരുപാട് ആൾക്കാരെ അവർ ഡെയിലി കാണുന്നതാണ്. അപ്പം ഇവർ തമ്മിൽ, ഹസ്ബൻഡും വൈഫും തമ്മിൽ കാണാനുള്ള ചാൻസ് ഓരോ ദിവസവും വളരെ കുറവാണ്. അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കേസിലും രണ്ടുപേരും ഇതേപോലെ സെയിം സിറ്റുവേഷനാണ്. പക്ഷെ അവർ ഹാപ്പിയാണ്, അവർ ലൈഫിൽ ഹാപ്പിയാണ്. അവർ പറഞ്ഞതുപോലെ ഫാമിലി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ബിസിനസ്, കരിയർ, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ 25 വർഷമൊക്കെ കഴിഞ്ഞു ഇവരുടെ മാരേജൊക്കെ കഴിഞ്ഞിട്ട്. ഒരു ദിവസം ഇയാളുടെ ഈ ഭാര്യ ഇയാളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, കാരണം നേരിട്ട് കാണാൻ ഇവരടുത്തെങ്ങും ഇല്ല. അപ്പം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന പോലെ നിങ്ങൾക്ക് വേറൊരു സ്ത്രീയുമായിട്ടൊരു നല്ല ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. അപ്പം ഇയാൾ ഞെട്ടിപ്പോയി. ഇവൾക്കറിയാമോ? ആരാണത് എന്നൊക്കെ പോലും അയാൾ ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ സ്ത്രീക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പം ഇയാൾ വീണ്ടും ഞെട്ടിപ്പോയി. ഇതാരുടെ കാര്യമാണ് പറയുന്നേ? ഒരുപാട് പേരുണ്ട്, അതിലാരായിരിക്കും എന്നൊക്കെ ഇയാൾ ഇങ്ങനെ കുറേ ആലോചിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്ക് ലൈഫിൽ ഒരുപാട് പേരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. അങ്ങനെ ഇയാളിങ്ങനെ വൈഫ് ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടി, ഞാൻ പറയുന്ന ഒരു ഹോട്ടലുണ്ട്, അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഒരു അടിപൊളി ഡിന്നറാണ്, അവിടുത്തെ വളരെ ഫേമസ് ആണ്. അവിടുത്തെ ഇന്ന ദിവസത്തെ സ്പെഷ്യൽ ഡിന്നർ ഭയങ്കര പോപ്പുലറാണ്. നിങ്ങൾ രണ്ടുപേരും അവിടെ പോയി ആ ഡിന്നർ കഴിക്കണം. അതിനുശേഷം രണ്ടുപേരും തൊട്ടടുത്തുള്ള മോളിലുള്ള ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണണം എന്ന് പറഞ്ഞു. ഇയാൾക്ക് ആകെപ്പാടെ തല കറങ്ങുന്നത് പോലെ തോന്നി. ഇതെന്തൊക്കെയാണ് സംഭവിക്കുന്നത്? എൻ്റെ ഭാര്യ ഇതെന്താണ് എന്നോട് പറയുന്നത്? ഞാൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ ഇങ്ങനെ പുറത്ത് സിനിമയ്ക്ക് പോകാനും ഫുഡ് കഴിക്കാൻ പോകാനും ഒക്കെ പറയുന്നു. ഇത്രയും നാളായിട്ട് ഇവളിങ്ങനെ ഒരു കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ഇയാൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞു. ഭാര്യയോട് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ല. ഇയാളും ബിസി, ഭാര്യയും ബിസി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇത് ഭാര്യയോട് ചോദിക്കാതിരുന്നിരുന്ന് ഭയങ്കര ഒരു വീർപ്പുമുട്ടൽ പോലെ തോന്നി. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ശരി, എന്തൊക്കെ വന്നാലും ഞാൻ ഇന്ന് ഇതെൻ്റെ ഭാര്യയോട് ചോദിച്ചിരിക്കും. അവൾ എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത് എന്നെനിക്ക് അറിയണം എന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ ഇയാൾ അടുത്ത ദിവസം തന്നെ ഒട്ടും സമയം കളയാതെ നേരെ ഭാര്യയുടെ മുന്നിൽ ചെന്നു. അവർ നേരിട്ട് കണ്ടു കുറേ നാളിന് ശേഷം. കുറച്ച് സമയമേ ഉള്ളൂ പരസ്പരം സ്പെൻഡ് ചെയ്യാൻ. എന്നിട്ട് ഇയാൾ ചോദിച്ചു, എനിക്കറിയണം, നീ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ആ സ്ത്രീ ആരാണ്? ഒന്ന് പറയാൻ പറഞ്ഞു.
പെട്ടെന്ന് ഈ ഭാര്യ ഇയാളുടെ അടുത്ത് വന്നു. ഇയാളുടെ ചെവിയിൽ രഹസ്യമായിട്ട് ആ സ്ത്രീയുടെ പേര് വന്നു. അപ്പോൾ ഇയാൾക്ക് ഒരു സന്തോഷം, മുഖത്തൊരു പുഞ്ചിരി ഒക്കെ തോന്നി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ശരി, നിന്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ ആ സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് ഡിന്നർ കഴിക്കാൻ പോവാം, സിനിമയ്ക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഇവർ പിരിയുകയാണ്. ഇവർ രണ്ടുപേരും രണ്ട് നാട്ടിലേക്ക് ജോലിയുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ ഈ ഭാര്യ പറഞ്ഞതനുസരിച്ച് ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ഈ സ്ത്രീയെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. അവർ ആ ടൗണിലുള്ള വലിയൊരു സ്റ്റാർ ഹോട്ടലിലെ ഒരു വലിയൊരു സ്യൂട്ട് റൂമിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഈ ബിസിനസ്സുകാരൻ അവിടെ ചെന്നു. ആ റൂമിൽ കോളിംഗ് ബെൽ അമർത്തി. അപ്പോൾ ഒരു വലിയ മഹാറാണിയെ പോലെ ഭയങ്കര വലിയ കോസ്റ്റ്ലി കോസ്റ്റ്യൂംസ്, ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് നല്ല ഗോൾഡൻ തലമുടിയിലൊക്കെ നല്ല രീതിയിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ട് ഒരു സ്ത്രീ ഇറങ്ങി വരികയാണ്. ഇയാൾ അവരുടെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. രണ്ടുപേരും കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു. അങ്ങനെ ഇയാൾ അവരെയും കൂട്ടിക്കൊണ്ട് കാറിൽ കയറുവാണ്. അങ്ങനെ കാറിലും ഇരുന്ന് ഇവർ കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ സംസാരിച്ചു. അവസാനം ഇവർ പറഞ്ഞ ഈ ഒരു സ്ഥലത്ത്, ഇയാളുടെ വൈഫ് പറഞ്ഞ ആ ഒരു റെസ്റ്റോറൻറ്റിൽ രണ്ടുപേരും എത്തുവാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഇയാൾ ഈ പറഞ്ഞ പോലെ ചെന്നിട്ട് ആ സ്ത്രീക്ക് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്തിട്ട് ഈ സ്ത്രീയെ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി അവരുടെ കൈ പിടിച്ച് പുറത്തിറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ റെസ്റ്റോറൻറ്റിൽ എത്തുന്നത് വരെ അവരുടെ കൈ പിടിച്ച് അദ്ദേഹം നടക്കുവാണ്, അത്രയ്ക്കും സ്നേഹത്തോടെ. അങ്ങനെ ഇവർ രണ്ടുപേരും നടന്ന് അവിടെ എത്തി. ആ റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞപ്പം വൈഫ് പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഡിന്നറാണെന്ന് നടക്കുന്നത്. അപ്പോൾ നല്ല ആംബിയൻസ്, ചുറ്റും നല്ല ലൈറ്റ് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. നല്ല ഭയങ്കര ഒരു പ്ലസൻറ്റ് മൊമെൻറ്റ്. രണ്ടുപേർക്കും ഒത്തിരി സന്തോഷം. അങ്ങനെ ഇവർ ഒത്തിരി വർത്തമാനമൊക്കെ പറഞ്ഞു, പൊട്ടിച്ചിരിച്ചു, തമാശ പറഞ്ഞു. അതുപോലെ പല മൊമെൻറ്റ്സും ഷെയർ ചെയ്തു. ചില സമയത്ത് രണ്ടുപേർക്കും വിഷമം വന്ന സിറ്റുവേഷൻസും ഉണ്ട്. കൂടുതലും അവർ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ രണ്ടുപേരും നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ സ്ത്രീ ഇദ്ദേഹത്തോട് പറയുകയാണ്, നമുക്കിനി വീണ്ടും ഇവിടെ വരേണ്ടി വരും. അന്നും രണ്ടുപേരായിരിക്കും ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത്. പക്ഷേ അന്ന് ഞാനുണ്ടാവില്ല, പകരം താങ്കളുടെ ഭാര്യയായിരിക്കും താങ്കളോട് കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇയാൾക്ക് ഒരു വിഷമം പോലെ തോന്നി. അതെന്താ, നമ്മൾ പിരിയാൻ പോവുകയാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അതിന് കറക്റ്റായിട്ടുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല. കുറേ തമാശകളും കുറേ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഇവർ പതുക്കെ എഴുന്നേറ്റ് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞതുപോലെ അടുത്തുള്ള ഒരു വലിയ ഷോപ്പിംഗ് മാളുണ്ട്, അവിടുത്തെ ഒരു സിനിമ തിയേറ്ററിൽ രണ്ടുപേരും സിനിമ കാണാൻ പോവാണ്. അങ്ങനെ സിനിമയും കണ്ട് നല്ലൊരു കോമഡി മൂവി ആയിരുന്നു. രണ്ടുപേരും നല്ലപോലെ സിനിമയൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ സിനിമ എല്ലാം കണ്ട് ഇവർ തിരിച്ച് വീട്ടിലെത്തുവാണ്. അങ്ങനെ ഇയാൾ ഈ സ്ത്രീ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലല്ല, ആ ഒരു ഹോട്ടലിൽ ആ ഒരു റൂമിലാക്കി ബൈ ഒക്കെ പറയുകയാണ്. അങ്ങനെ തിരിച്ച് ഇയാൾ വീട്ടിലെത്തി വൈഫിനെ വിളിക്കുകയാണ്. വൈഫ് വീട്ടിലൊന്നുമില്ല. അങ്ങനെ വിളിക്കുമ്പോൾ പറയും, ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ നീ പറഞ്ഞതുപോലെ ഡിന്നറിനും സിനിമയ്ക്കും പോയി. സത്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു. കുറേ വർഷമായിട്ട് ഇയാൾ വിവാഹം കഴിച്ചിട്ട് കുറേ വർഷമായിട്ട് ഭാര്യയോട് ഇങ്ങനെ കോണ്ടാക്റ്റ് ഇല്ല. ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിനോട് ഇതുപോലെ നല്ല കോണ്ടാക്റ്റ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഇയാളുടെ ഫാമിലിയിൽ ഇപ്പോൾ സ്വന്തം എന്ന് പറയാൻ അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മയുമായിട്ട് ഇയാൾ വർഷങ്ങളായിട്ട് പിണക്കമൊന്നുമല്ല, പക്ഷേ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഇതൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഇയാളുടെ വൈഫിന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് അവർക്കും അതിനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഇവർ തമ്മിൽ ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയാണ്, എനിക്ക് എൻ്റെ ലൈഫിൽ ഒത്തിരി സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണിന്ന്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഒരുപാട് പണം സമ്പാദിക്കുന്നു, പക്ഷെ എത്ര പണം കിട്ടിയിട്ടോ അല്ലെങ്കിൽ എത്ര അച്ചീവ്മെൻറ്റ്സ് നേടിയിട്ടോ കിട്ടാത്ത എന്തോ ഒരു പ്ലസൻറ്റ് ഫീൽ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്, എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി തന്ന, അല്ലെങ്കിൽ എന്നെ എൻ്റെ അമ്മയും ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനൊരു അവസരം, ഞങ്ങൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു അവസരം റെഡിയാക്കി തന്ന നിനക്ക് ഒത്തിരി നന്ദിയുണ്ട് എന്നൊക്കെ ഇയാൾ ഭാര്യയോട് പറയാണ്. അങ്ങനെ കറക്റ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു പോവുകയാണ്. അപ്പോൾ
ഇയാൾക്ക് ലൈഫിൽ എന്തോ ഒന്ന് നഷ്ടമായതുപോലെ. എല്ലാവർക്കും സ്വാഭാവികമായിട്ടും അവരുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പം നല്ല വിഷമം ഉണ്ടാവും. പക്ഷേ ഇയാൾക്ക് വിഷമത്തിനേക്കാൾ ഉപരി എന്തോ ഒരു സന്തോഷം പോലെ തോന്നി. കാരണം മരിക്കുന്നതിന് മുൻപ് അമ്മയോട് കൂടി നല്ലൊരു ദിവസം തനിക്ക് ഉണ്ടായല്ലോ, അമ്മയ്ക്ക് കുറേ നല്ല സന്തോഷം നിറഞ്ഞ മൊമെന്റ്സ് കൊടുക്കാൻ സാധിച്ചല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വൈഫ് അന്ന് മുൻകൈ എടുത്തില്ലായിരുന്നെങ്കിൽ അമ്മയും മകനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ അമ്മ മരിച്ച് അമ്മയുടെ മരണത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ മകൻ അമ്മയെ കാണാൻ വരുന്നത്. മരിച്ചു കിടക്കുന്ന അമ്മയുടെ മുന്നിലായിരിക്കും മകൻ വരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് മകന്റെ സ്നേഹം അനുഭവിക്കാനോ മകന് സ്നേഹം കൊടുക്കാനോ കഴിയത്തില്ല. പക്ഷെ ഇപ്പോഴ് അമ്മ മരിക്കുന്നതിന് മുൻപ് വളരെ സന്തോഷം നിറഞ്ഞ തമാശകളൊക്കെ ഒരുപാട് പറഞ്ഞ നല്ല കുറേ മൊമെന്റ്സ് രണ്ടുപേർക്കും ഷെയർ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ലൈഫിലും നമ്മൾ ഒരുപാട് ഒഴിവാക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓഫ് കോഴ്സ് നമ്മുടെ ഫാമിലിയിലുള്ളവരെ നമുക്ക് എപ്പോൾ വേണേലും വിളിക്കാം, അവരുടെ കൂടെ എത്ര നേരം വേണേലും നമുക്കിരിക്കാം, എപ്പോൾ വേണേലും അവരോട് സംസാരിക്കാം, ഒക്കെ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത് അവരെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാർ, നമ്മുടെ വീടിന് പുറത്തുള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിക്കും, അവരുടെ കൂടെ പുറത്തു പോകും, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും, അവരുടെ കൂടെ ആഘോഷങ്ങൾക്ക് പോകും. അപ്പോൾ ആ ആഘോഷ ദിവസങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രായമായ പാരൻസൊക്കെ ഒറ്റയ്ക്കിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവസാനം നമ്മൾ വരാതെ അവർ വിഷമിച്ച് ഒറ്റയ്ക്ക് ആഘോഷിക്കേണ്ടി വരുന്ന, ആഘോഷം പോലും നടക്കാത്ത അവസരങ്ങളൊക്കെ ഒരുപാടുണ്ട് അല്ലേ? അപ്പോൾ ഒരു സ്റ്റേജിലെത്തുമ്പോൾ, ഒരു മൊമെന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ അതൊക്കെ റിയലൈസ് ചെയ്യുന്നത്. നമ്മളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള മൊമെന്റ്സ് ആണ്. അതൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് നമുക്ക് കൗതുകം തോന്നുന്ന പുതിയ പലരുടെയും കൂടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ തിരിച്ചറിയുക, ജീവിതത്തിൽ എപ്പോഴും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത് നമ്മുടെ കൂടെയുള്ള, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പാരൻസിൻ്റെ കൂടെ, നമ്മുടെ സിബ്ലിങ്സിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ചേർത്ത് നിർത്തുന്നവരുടെ കൂടെയുള്ള സമയങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുക. ഒരിക്കലും അവർക്ക് പിന്നീട് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം എന്ന് വെച്ച് അവരെ മാറ്റി നിർത്താതെ അവർക്ക് പ്രയോറിറ്റി കൊടുക്കുക. എപ്പോഴും നമ്മളുടെ പ്രസൻസിലൂടെ അവർക്ക് സന്തോഷം കൊടുക്കുക. അതിപ്പം നീ ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ഇല്ല, ദൂരെ താമസിക്കുന്നവരാണ്, ഇപ്പോൾ എബ്രോഡൊക്കെ പഠിക്കാൻ പോയിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എബ്രോഡ് വർക്ക് ചെയ്യാൻ പോകുന്നവരായിരിക്കും. അപ്പം നമുക്ക് ഫോണിലൂടെ ആണെങ്കിലും നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കുറേ നേരം അവരോട് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ അതിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി മറ്റ് പല റിലേഷൻഷിപ്സിനും കൊടുക്കുന്ന ആൾക്കാരുണ്ടാവാം. ഒരുപക്ഷെ ഫ്രണ്ട്സിനായിരിക്കും. അതൊക്കെ മോശമാണെന്നല്ല പറയുന്നത്. അങ്ങനെ കൊടുക്കുമ്പം ഒരിക്കലും നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാരൻസിനെ, പ്രായമായ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ, നമ്മുടെ സിബ്ലിങ്സിനെ, അങ്ങനെയുള്ളവരൊക്കെ വിട്ടുകളയരുതെന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.